സംവിധായകൻ പി ബാലചന്ദ്രകുമാർ അന്തരിച്ചു. വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ചെങ്ങന്നൂരിലെ KM ചെറിയാൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം. നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന സാക്ഷിയാണ് ബാലചന്ദ്രകുമാർ. നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന സാക്ഷി പി ബാലചന്ദ്രകുമാർ അന്തരിച്ചു. ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. കുറേക്കാലമായി വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2 വൃക്കകളും തകരാറിലായതോടെ ഡയാലിസിസ് ചെയ്താണ് ബാലചന്ദ്രകുമാർ മുന്നോട്ടു പോയിരുന്നത്. തുടർച്ചയായി ഹൃദയാഘാതവും സംഭവിച്ചിരുന്നു. 2 വൃക്കകളും തകരാറിലായ ബാലചന്ദ്രകുമാർ സുമനസ്സുകളുടെ സഹായത്തോടെ ചികിത്സയിലായിരുന്നു. ഇതിനിടയിൽ ഹൃദയാഘാതം സംഭവിച്ചതോടെ അദ്ദേഹത്തിന്റെ നില ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു. തലച്ചോറിലെ അണുബാധയും ബാലചന്ദ്രകുമാറിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാക്കി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ പങ്കാളിത്തം തെളിയിക്കുന്ന നിരവധി ഓഡിയോ സംഭാഷണങ്ങളും അനുബന്ധ തെളിവുകളും ബാലചന്ദ്രകുമാർ പുറത്തുവിട്ടിരുന്നു. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപ് വീട്ടിലിരുന്ന് കണ്ടിരുന്നുവെന്ന നിർണായക വെളിപ്പെടുത്തലും ബാലചന്ദ്രകുമാർ നടത്തിയിരുന്നു. നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ഒരു VIP വഴി ദിലീപിന്റെ കൈവശം എത്തിച്ചേർന്നുവെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. ദിലീപും പൾസർ സുനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും വെളിപ്പെടുത്തിയിരുന്നു. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് ശ്രമിച്ചുവെന്ന വെളിപ്പെടുത്തലും നടത്തിയിരുന്നു. കോടതിയിൽ ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ രഹസ്യമൊഴിയും നൽകിയിരുന്നു. അസുഖബാധിതനായിരിക്കെ ആരോഗ്യസ്ഥിതി പരിഗണിക്കാതെയായിരുന്നു ബാലചന്ദ്രകുമാർ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയിൽ പങ്കെടുത്തത്. ദിലീപിനെ നായകനാക്കി ഒരുക്കാനിരുന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് ബാലചന്ദ്രകുമാർ നടന്റെ വീട്ടിലെ അടുപ്പക്കാരനാവുന്നത്. പിന്നീട് നടിയെ ആക്രമിച്ചതിനു ശേഷം നടന്ന പല സംഭവ വികാസങ്ങളും ദൃക്സാക്ഷിയായിരുന്നു ഇദ്ദേഹം. മൃതദേഹം 11:30 ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരത്തെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നു. മൃതദേഹത്തിനൊപ്പം മകൻ പങ്കജ് കൃഷ്ണയും ഭാര്യ ഷീലയും ഉണ്ടായിരുന്നു. ബാലചന്ദ്രകുമാറിന്റെ ചടങ്ങുകൾ, ശവസംസ്കാര ചടങ്ങുകൾ 5 മണിക്ക് തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. അതിനു മുമ്പായിട്ട് വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. 4 മണി മുതൽ 5:30-5:30ക്കാണ് ശാന്തി കവാടത്തിൽ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. ഇവിടുന്ന് തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.